ഗൈസ്, ഞാൻ ഇന്നലൊരു സിനിമ ഉണ്ട്. സിനിമയുടെ പേരാണ് ചത്താൽ പച്ച. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയതാണ്. കാരണം ഇൻ്റർനെറ്റ് മൊത്തം അതിനെക്കുറിച്ച് വലിയ നല്ല അഭിപ്രായമൊന്നും ഇല്ല. കാരണം വൺ ടൈം വാച്ചാണ്, കണ്ണാപ്പി സെറ്റപ്പാണ്, ചുമ്മാ ഇടി മാത്രമേ ഉള്ളൂ. എന്ത് ആണെങ്കിലും ഞാൻ വിചാരിച്ചു സൺഡേ അല്ലേ ഒന്ന് പോയി കളയാം എന്ന് പറഞ്ഞ് ഞാൻ പോയി. 200 രൂപയുടെ കേസ്. സത്യം പറട്ടാ, എനിക്കിഷ്ടപ്പെട്ട സിനിമ, അടിപൊളി സിനിമ. കാരണം നമ്മൾ ഓവർ പ്രതീക്ഷയായിട്ടൊക്കെ പോകുന്നുണ്ടായിരിക്കും സംഭവം. അർജുൻ അശോകൻ, വിശാഖ് നായർ, പിന്നെ ഈ സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അദ്വൈത് എന്നങ്ങാണ്ട് പറഞ്ഞ ഒരാളാണ്. പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് സിനിമയാണ്. ആറ്റ്സ് ഓഫ് ബ്രോ. കാരണം നിങ്ങൾ ഫസ്റ്റ് സിനിമയിലൊക്കെ ഇത്ര റിസ്ക് എടുത്ത് എല്ലാവരും മറ്റേ മതിലിയാടി പ്രണയം, ട്യൂഷൻ ക്ലാസ്, മറ്റേ അങ്ങനത്തെ ഇതില്ലേ, കുറ്റാന്വേഷണം, കൊലപാതകം, അങ്ങനത്തെ സിനിമയൊക്കെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു ട്വിസ്റ്റ് സിനിമ തന്നെയാണ്. കാരണം ഇങ്ങനെയൊക്കെ റിസ്ക് എടുക്കണം. ഇപ്പോൾ മോട്ടോർ സ്പോർട്സ് ആയാലും ഇങ്ങനത്തെ റെസ്ലിംഗ് ആയാലും ഇപ്പോൾ ഫോർമുല 1 ഒക്കെ പറയുന്നത് അതൊക്കെ അത് വെച്ച് കമ്പയർ അല്ല. ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെയൊക്കെ വെറൈറ്റി സിനിമ പിടിക്കണം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊരു ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി മാൻ, ഐ ലൈക്ക് ഇറ്റ്. പിന്നെ ഞാൻ ഈ പയ്യന്മാർ ഇപ്പോൾ അർജുൻ അശോക്, വിശാഖ് നായർ, പിന്നെ വേറെ 2 പയ്യന്മാരാണ്. അവർ പേരൊന്നാണുണ്ട്. കാരണം ഇവരൊക്കെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്ത്. കാരണം ഞാൻ കുറച്ച് വീഡിയോ കണ്ടിട്ടുണ്ട്. അവർ കട്ടയ്ക്ക് ജിമ്മിൽ പോയി കമ്പി ഇരുമ്പും പൊക്കി തന്നെയാണ് ഇത്രയും ബോഡിയൊക്കെ സെറ്റ് ചെയ്തത്. ശരിയാണ്, ഒരു ഭയങ്കര മൾട്ടി ജിമ്മുകളൊന്നും അല്ല. ബട്ട് സ്റ്റിൽ മലയാളം സിനിമയല്ലേ ബ്രോ, നമ്മൾ മാക്സിമം ചെയ്യാൻ പറ്റുന്നതിന് അത് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു സ്റ്റിറോയിഡാണ്, മറ്റാണ്, മറിച്ചാണ്, എൻഹാൻസ്ഡ് ആണ്. ഒരു തേങ്ങയിലൂടെ സിനിമയ്ക്ക് വേണ്ടിയല്ലേ അവർ ന്യായീകരിക്കാനല്ല. ബട്ട് സ്റ്റിൽ അവർ ചെയ്തല്ലോ. അതിന് നല്ല ഹാർഡ് വർക്ക് ചെയ്ത്. കാരണം ഫൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരുത്തിന് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ കാസ്റ്റിങ്ങും കാര്യങ്ങളും. കാരണം സിനിമയുടെ കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ ബിസിനസ്സൊക്കെ നടത്തി കുറച്ച് ബോട്ടിങ്ങും കാര്യങ്ങളും, അതങ്ങനെ പറയണമല്ലെങ്കിലും കുറച്ച് ബിസിനസ്സൊക്കെ കാര്യങ്ങൾ ഉണക്കി. ഇപ്പോൾ ഇവന്മാർ പണ്ട് മുതലേ ഈ ഇടി, റെസ്ലിംഗ് കാര്യങ്ങൾ അങ്ങനത്തെ വൈബ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ വന്ന് പഠിച്ച് വളർന്ന പയ്യന്മാരാണ്. അപ്പോൾ അവന്മാർ പിന്നീട് വേറെ മേഖലയിലൊക്കെ പോയിട്ട് പിന്നെ അവസാനം തിരിച്ച് ഇവരൊരു എന്താ പറയുക, നമ്മൾ WWF പോലെ കൊച്ചിയിലൊരു സംഭവം ചെയ്യാമെന്ന് കരുതി അവരത് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ കഥയുടെ സ്റ്റോറി ലൈൻ. അത്രയ്ക്ക് പിന്നെ ഇതിനകത്ത് വലിയ സ്റ്റോറിയൊന്നും ഇല്ല. അങ്ങനെ പ്രതീക്ഷിച്ച് പോകല്ലേ. നമുക്കൊരു എൻ്റർടൈനർ മൂവി. ഒരു 1.5 മണിക്കൂർ അവിടെ ഇരിക്കുക. സ്റ്റാർട്ടിങ് മുതൽ അവസാനം നമ്മൾ ഇടി, കിൻ്റെ ഇടി, അത്ര തന്നെ. അത് മറ്റേ കണ്ണാപ്പി ഇടിയൊന്നുമല്ല, നല്ല സ്ലോ മോഷനും എഡിറ്റിംഗ് എല്ലാം അടിപൊളി. കാരണം ഇപ്പോഴത്തെ പയ്യന്മാർ പയ്യന്മാരാണ്. അവന്മാർ ഇൻ്റർനാഷണൽ ലെവൽ എഡിറ്റിംഗ് ഒക്കെയാണ് കയറ്റിയേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. സൗണ്ട് എഫക്റ്റ് ആയാലും എഡിറ്റിംഗ് ആയാലും സ്ലോ മോഷനിലൊക്കെ ഇടിയൊക്കെ പറഞ്ഞ സീനൊക്കെ ഉണ്ടല്ലോ. നമ്മൾ പണ്ട് മുതലേ നമ്മൾ സ്കൂളിൽ നിന്ന് വന്ന് നേരെ കാണുന്നത് WWF ആണ്. നമ്മളെ 90s ബോയ്സിനകത്ത് അറിയാം. കാരണം 4 മണി 4 ആകുമ്പോൾ 10 സ്പോർട്സിൽ സാധനം വരും. WWE റോ, പിന്നെ സ്മാക്ക് ഡൗൺ, അണ്ടർടേക്കർ എന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവമാണ്. കെയിന് തീയുന്നുണ്ടായവനാണ്. അതേപോലെ തന്നെ റോക്ക്, ഹൽക്കോഗൻ, പേര് പറയണ്ടല്ല. പിന്നെ നമ്മുടെ ബിയർ കുടിക്കുന്ന അണ്ണേ, അവൻ്റെ പേരെന്തിനായിരുന്നു, സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ. അപ്പോൾ ഇതൊക്കെ കണ്ടു വളർന്ന നമ്മളെ സംബന്ധിച്ച് ഈ സിനിമ വലിയ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. അത് ഇഷ്ടപ്പെട്ടു. പിന്നെ പാട്ടെന്ന് പറയുമ്പോൾ ഒരു പാട്ട് ഫെജോയുടെ പാട്ട് കൊള്ളാം. ബാക്കി പാട്ടൊക്കെ ജസ്റ്റ് സിനിമയുടെ കൂടെ അങ്ങ് സിങ്കായി പോയി എത്ര തന്നെ. പിന്നെ സിദ്ദിഖൊക്കെ എന്തിനാണ് ഇതിനകത്ത് അഭിനയിച്ചത് നമുക്ക് അറിഞ്ഞൂടാ. ബട്ട് സ്റ്റിൽ കിടക്കട്ടെ. പിന്നെ മമ്മൂട്ടി സാറ് വരും. സാറ് അവസാനം ഒരു 5-10 മിനിറ്റ് ഉണ്ട്. ആ പ്രായത്തിൽ ആശാനെ കൊണ്ട് പറഞ്ഞ തന്നെ മാക്സിമം അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തിനാണ് അങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞതെന്നാണ് എനിക്കറിയാത്തത്. ബട്ട് സ്റ്റിൽ ഓവറോൾ ഒരു സൂപ്പർ സിനിമയാണ് മാൻ. ഞാൻ പറയട്ടെ, ഇഫ് യു റിയലി ലൈക്ക് റെസ്ലിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജനർ സിനിമയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കേരളത്തിലെ പയ്യന്മാർ സെറ്റ് ചെയ്ത സിനിമയാണ്. ഡെഫിനറ്റ്ലി അതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല, പിന്നെ ആര് സപ്പോർട്ട് ചെയ്യണം. ഇതിങ്ങനെ സിനിമകളൊന്നും വലുതായിട്ട് വിജയിച്ചില്ലെന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെറൈറ്റി സാധനങ്ങളൊന്നും വരത്തില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പം എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ വലിയ മറ്റേ ഈ റിവ്യൂവും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ആൾക്കാരൊന്നും അല്ല. ബട്ട് സ്റ്റിൽ നമ്മളൊരു ആസ്വാദകനാണ്. നമ്മുടെ വിക്കീത്തക്ക് ബ്രോ പറയുന്നൊരു ആസ്വാദകനാണ്. ഞാൻ ആസ്വദിച്ചു. 200 രൂപയ്ക്ക് ഞാൻ ആസ്വദിച്ചു. ഒരു വട്ടമല്ല. ഇപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ പയ്യന്മാരിനി വിളിച്ചിട്ട് ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മളോട് വരാൻ പറഞ്ഞാൽ ഞാൻ പോവും. അത്രയ്ക്ക് മറ്റേ വെറുപ്പിയിലൊന്നുമല്ല. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കണ്ടിരിക്കുക ഒരു ഫണ്ണി ആക്ഷൻ മൂവി. ഇതിനകത്ത് ഒരു ലേഡി ക്യാരക്ടറൊക്കെ ഉണ്ട്. ആ പുള്ളിക്കാരുടെ പേര് എന്താ പേരാണ് ഇവിടെ. എങ്കിലും പുള്ളിക്കാരൊക്കെ നൈസായിട്ട് അഭിനയിച്ചത്. ഇങ്ങനെയൊക്കെ ചൺസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ ബൈക്കിൻ്റെ ഫീൽഡ് നിന്നുകൊണ്ട് പറഞ്ഞു. ഇത് വെച്ച് ഒരു സുപ്രാതി പോയി അഭിനയിക്കാൻ എന്ന് പറഞ്ഞാൽ ഇത്തിരി പാടാണ്. അതൊക്കെ ഇത്തിരി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വേണം. പുള്ളിക്കാരൊക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്താണ്. സോ ഇതെൻ്റെ ഒരു ആസ്വാദകൻ്റെ റിവ്യൂ ആണ്, അല്ലെങ്കിൽ ആസ്വാദകൻ്റെ അഭിപ്രായമാണെന്ന് കരുതുക. അപ്പം താങ്ക് യു സോ മച്ച്. ഇതേപോലത്തെ മൂവി റിലേറ്റഡ് വീഡിയോസായിട്ട് ഞാൻ ഇനി വരാം. എനിക്കിത് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം യു ഗൈസ് ടേക്ക് കെയർ ആൻഡ് ഹാപ്പി റിപ്പബ്ലിക് ഡേ. മറക്കല്ലേ, നമുക്ക് വേണ്ടി മരിച്ച ആൾക്കാരാണ്. ഹാപ്പി റിപ്പബ്ലിക് ഡേ.